എന്റെ പൊന്നോ, ഇത് എന്തോ സൈസ് വാഴക്കുലയായി കാണുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു വാഴക്കുല തോട്ടങ്ങൾ. എന്താ രസമാണെന്ന് അറിയാമോ? ഇത് എവിടെയാണെന്ന് അറിയണ്ടേ? ജിസാനിലോട്ട് പോകുന്ന വഴി അസാമ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മസറയുള്ളത്. എല്ലാതരം വെജിറ്റബിളും ഇവിടെ സുലഭമായി കിട്ടും. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് ഒന്ന് പോകാം. ഇതാണ് നമ്മളെ ഇവിടത്തെ സദീഖ്. അസ്സലാമു അലൈക്കും. اوكي هذا واحد ابا كامل كم فلوس ممكن تقريبا 40 ريال واحد കാർട്ടൂൺ 40 റിയാൽ. ഒരു കാർട്ടൂൺ വാഴക്കുല 40 രൂപയാണ് ആൾ പറഞ്ഞത്. കൂടുതൽ ക്വാണ്ടിറ്റി എടുത്താൽ ഡിസ്കൗണ്ട് ചെയ്ത് തരും. അപ്പോൾ ഇവിടെ വന്ന് വാഴക്കുലയൊക്കെ മേടിക്കാം. മറ്റുള്ള ഫ്രൂട്ട്സുകളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ ജിസാൻ വഴി വരുമ്പോൾ ഇവിടെ കയറണം. ഇനി നമുക്ക് ഈ വാഴത്തോട്ടത്തിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറിയാലോ? എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. അമ്മാതിരി ഇരുട്ടാണ്. ഇത് എന്തോ വാഴത്തോട്ടം, ഫോറസ്റ്റ് പോലും തോറ്റു പോകും. ഞാനിവിടെ വന്നത് ഒരു 11:30 മണിക്കാണ്. ഈ സമയത്ത് പോലും ഇത്ര ഇരുട്ടാണെങ്കിൽ ഒന്ന് സന്ധ്യ ആയാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു രക്ഷയില്ല കേട്ടോ. പാമ്പുകളും ഉണ്ട്, പേടിയും ആവുന്നു. നമുക്കിനി വെളിയിലോട്ടൊന്ന് ഇറങ്ങാം. ഔ, രക്ഷപ്പെട്ടു. അടുത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് നിങ്ങളെല്ലാവരെയും. ഇത് കണ്ട, സൗദി അറേബ്യയിൽ തേനീച്ച വളർത്തുന്ന ഒരു സ്ഥലമാണ്. ഈ മസറയ്ക്ക് ഉള്ളിൽ ഇതെല്ലാം സുലഭമായി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇനി നാട്ടിൽ നിന്ന് തേൻ കൊണ്ടുവന്ന് സൗദികൾക്ക് കൊടുക്കുന്ന പ്രവണത മാറ്റി വെച്ചിട്ട് ഇവിടെ നിന്ന് മേടിച്ച് കൊടുക്കൂ. നല്ല അടിപൊളി തേനാണ് കേട്ടോ. ആ തേനീച്ച വളർത്തുന്ന രീതികളും മെത്തേഡുകളൊക്കെ കണ്ടോ? ഈ ബോക്സിനുള്ളിൽ നിന്ന് തേനെടുക്കാൻ അവർ കരുതി വെച്ചിരിക്കുന്ന ലോക്കുകൾ കണ്ടോ? അതിമനോഹരമായ രീതിയാണ്. മറ്റു ഒരുപാട് സ്ഥലങ്ങളിൽ തേനീച്ചപ്പെട്ടികൾ നിറച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് മാത്രമേ പകർത്തിയിട്ടുള്ളൂ. തേനീച്ചകൾക്ക് വെള്ളം കുടിക്കാൻ തെർമോക്കോൾ അരിഞ്ഞിട്ടും അതിലൊരു കല്ലും പിടിച്ചു വെച്ചു, വെള്ളവും ഒഴിച്ചു വെച്ചിരിക്കുന്നു. അടുത്തതായി മെഴുകിനു വേണ്ടി അവർ അതും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. وش اسمك انت؟ انا ابو محمد. اوكي അവര് وين هذا യമൻ വല്ല യമൻ? അതാ യമൻ, ഇവിടുത്തെ ജോലിക്കാരനാണ്. ഇതിന്റെ വിലകളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ? അത് കമ്പലൂസ് അതാ വാഹിദബ്ബ 3 റിയാൽ. അതാ ഒരു കെട്ടിന് 3 റിയാലാണ് പറയുന്നത്. നമുക്ക് വിലപേശി മേടിക്കാം, അവര് വീണ്ടും അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് തരും. പശുവിന്, കുതിരയ്ക്ക്, ഒട്ടകത്തിന്, ആടിന്, ഇതിന് എല്ലാത്തിനും ഈ പുല്ലാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയി കൊടുക്കുന്നത് കേട്ടോ. അവിടെയും ഇവിടെയും ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർ വന്ന് എടുത്തോണ്ട് പോകും. എൻ്റെ അമ്മോ, എടുത്തിട്ട് പൊങ്ങണില്ല കേട്ടോ, അത്ര വെയിറ്റാണ് കേട്ടോ. ഇനി ഇതിന്റെ ഉണക്കലും ഉണ്ട്. ഉണക്കലിന്റെ വിലയും 3 റിയാല് തന്നെയാണ്. അത് നല്ല ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ് കേട്ടോ. അടുത്തതായി മസറ ജീവിതത്തിലേക്കൊന്ന് പോയാലോ? ഇത് കണ്ടോ, അവരുപയോഗിക്കുന്ന ഫാൻ. അതെന്താണെന്ന് അറിയണ്ടേ? AC-യുടെ ഫാനാണ് അവർ ഊരിയെടുത്ത് ഇവിടെ കറണ്ടിൽ കറക്കിയെടുക്കുന്നത്. ഇവരൊക്കെ ഈ ഫാൻ ഉപയോഗിച്ചാണ് ഇവിടെ ഉറങ്ങാൻ കിടക്കുന്നതും മറ്റു റെസ്റ്റ് സമയത്തും ഈ ഫാനാണ് അവർ കറക്കി ഉപയോഗിക്കുന്നത് കേട്ടോ. അടിപൊളി കാറ്റാണ് കേട്ടോ. ഫാൻ ഒന്ന് ഓണാക്കാമോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആള് റെഡി. ഫാൻ ഓണായി. അതിഭയങ്കരമായ കാറ്റാണ് കേട്ടോ. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ ഇത് കറങ്ങുന്നില്ലെന്നേ തോന്നും. ആ വീഡിയോയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നമ്മൾ വീഡിയോ അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ നല്ല സ്പീഡിന് കറങ്ങുന്നതാണ്. ഇത്രയും ദൂരത്താണ് ഈ കാറ്റ് കിട്ടുന്നത് കണ്ടോ. അവർ ഇത്രയും ദൂരെയാണ് കിടന്ന് ഉറങ്ങുന്നത്. അവർക്ക് ആഹാരം പാകം ചെയ്യുന്ന കിച്ചണാണ് ആ കണ്ടത്. ഇതൊക്കെയാണ് അവരുടെ ഇരിപ്പിടങ്ങളും മറ്റുള്ള സൗകര്യങ്ങളും ഒക്കെ. ഇത് മറ്റൊരു ജോലിക്കാരൻ. ഇവരെ ഇങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞു കൂടുന്നതൊക്കെ. അടുത്ത ഒരു ഫാൻ എന്ന് പറഞ്ഞാൽ എക്സോസ് ഫാനാണ്. ഈ ട്രാക്ടറാണ് ഇവിടെ അവർ കൃഷിക്കായി ഉപയോഗിക്കുന്നത്. മറ്റുള്ള ലോഡ് എടുത്തു കൊണ്ടുവന്ന് വെക്കാനും ഇത് ഉപയോഗിക്കുന്നു. കുറച്ച് അതിഥികളെ കൂടി പരിചയപ്പെടുത്താം. ഈ കോഴികളാണ് കേട്ടോ. അവരുടെ വാസസ്ഥലമാണ് ഇത്. ഉറക്കവും റെസ്റ്റും എല്ലാം ഈ മരത്തിന് മുകളിലാണ്. അവർക്കിവിടെ പ്രത്യേകിച്ച് കൂടൊന്നും തയ്യാറാക്കിയിട്ടില്ല. നമുക്കിനി അടുത്തൊരു സ്ഥലത്തേക്ക് പോയാലോ? നിങ്ങൾ ഈ കാണുന്ന പുഞ്ചപ്പാടം എവിടെയാണെന്ന് അറിയാമോ? ഇത് കേരളവുമല്ല, സലാലയുമല്ല. സൗദി അറേബ്യയിൽ ഇത്രയും നല്ല പുഞ്ചപ്പാടം എന്നെ വളരെയധികം അതിശയപ്പെടുത്തി. ഞാൻ കേരളത്തിൽ എത്തിപ്പോയോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. ഞാൻ കണ്ട കേരളത്തിന്റെ അതേ തനി പകർപ്പ് ഒരാൾ നിന്ന് വയലിന്റെ വരമ്പ് വെട്ടി വയ്ക്കുന്നു. ആ മനോഹര കാഴ്ചകൾ കണ്ട് ഞാൻ അവിടെ നിന്ന് മാറുകയാണ്.
ദേ അവിടെ ഒരു മോട്ടർ പ്രവർത്തിക്കുന്നു, അങ്ങോട്ടൊന്ന് പോകാം. ഓ, ഈ മോട്ടറാണ് ഇവിടത്തെ ഈ കൃഷിക്കായിട്ടുള്ള ജലം ഇവിടെ വിതരണം ചെയ്യുന്നത്. ഈ ഒരു മോട്ടർ കൊണ്ടാണ് ഈ കൃഷിയിടങ്ങളിലേക്ക് ഫുള്ള് വെള്ളം നൽകുന്നത്. അതിമനോഹരമായ കാഴ്ച, എന്താ നല്ല ഭംഗി. കേരളം തന്നെ അല്ലേ. നോക്കിയാണ് ആ പുഞ്ചപ്പാടവും ആ ചെറു വീടും എല്ലാം കൂടെ കണ്ടപ്പോൾ തനി കേരളം, ആ വാഴയും ആ വെള്ളപ്പാടവും എല്ലാം കൂടെ കാണുമ്പോൾ ഞാനിപ്പോ നിൽക്കുന്നത് പുഞ്ചപ്പാടത്തിന്റെ നടുവിലാണ് കേട്ടോ. അതിഭയാനകമായ ദൂരത്തിലാണ് ഇവരുടെ കൃഷിപ്പാടം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടോ, കണ്ട ക്യാമറയ്ക്ക് പോലും കിട്ടുന്നില്ല, അത്രയ്ക്ക് ദൂരമുണ്ട് കേട്ടോ. ഇനി ഇതാ ഇപ്പുറത്തോട്ടൊന്ന് നോക്കിയാലോ, ഇതാ കണ്ടോ, ഇങ്ങനെ കിടക്കുക. ഞാൻ അപ്പോഴൊരു കാഴ്ച കണ്ടു, അവിടെ ഒരു ചെറിയൊരു കുടില് കണ്ടു. നമുക്ക് പോയാലോ? ഈ ചെറു കുടിലിരുന്നാണ് അവരുടെ ഈ കൃഷിപ്പാടങ്ങളെല്ലാം അവർ വീക്ഷിക്കുന്നത്. ഇതെന്ത് മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ നാട്ടിലും പലയിടങ്ങളിലും ഇങ്ങനെ ചെറു കുടിലുകൾ കെട്ടിയാണ് കൃഷിക്കാർ ഇരിക്കുന്നത്. അതേ ഫീല് തന്നെ എനിക്കും തോന്നി. എത്ര മനോഹരമാണ് അല്ലെ. നിങ്ങൾക്കും ഇത് തോന്നുന്നില്ലേ? കിടക്കാം, ഇരിക്കാം, അവർക്ക് ഫുഡ് കഴിക്കാം, ഒക്കെ ചെയ്യാം ഇവിടെ ഇരുന്നുണ്ട് കേട്ടോ. ഇവനാണ് ഇവിടത്തെ മറ്റൊരു ജോലിക്കാരൻ, ഇവിടത്തെ സഹായിയും കൂടിയാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ മറ്റൊരു കാഴ്ച കണ്ടത്. ക്ഷമാം, വിളവെടുപ്പൊക്കെ കഴിഞ്ഞു, ലാസ്റ്റ് ആണ് കേട്ടോ. കുറേയേറെ ചെറിയ സൈസേ ഉള്ളൂ. അവർ വിത്തിന് വേണ്ടി ഉണക്കിയെടുക്കുകയാണ് ഈ വിത്തുകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് വെണ്ടയ്ക്ക കൃഷി നടത്തിയ പാടത്താണ്. അവിടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു, അവസാനം വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത കൃഷി തുടങ്ങാനായി. ഇനി നമുക്ക് ഒരു പപ്പായത്തോട്ടത്തിലോട്ടൊന്ന് പോയാലോ? ഏക്കർ കണക്കിന് പപ്പായത്തോട്ടമാണ്. എന്താ സൈസും വലിപ്പവും. ചെറു പപ്പായകൾ, അതിൽ നിറയെ പപ്പായകൾ, പല വെറൈറ്റി പപ്പായകൾ കേട്ടോ. പപ്പായയുടെ പേരുകൾ ഒരുപാട് പറഞ്ഞു. അറബി ഭാഷ ആയതുകൊണ്ട് എനിക്ക് അതിൽ വലിയ പരിജ്ഞാനമൊന്നുമില്ലായിരുന്നു. അതിൽ ഒരു പേര് മാത്രം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അതാണ് ഈ റെഡ് ലേഡി. അത് മാത്രമാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ്. എന്താ സൈസ് ഒന്ന് നോക്കിയേ, നല്ല ഉൾക്കട്ടിയുള്ളതുപോലെ തോന്നണു. ഞാൻ എൻ്റെ കയ്യിൽ കരുതി ഒരു കത്തി വെച്ചൊന്ന് കട്ട് ചെയ്യാം. പറഞ്ഞതേപോലെ തന്നെ നല്ല ഉൾക്കട്ടിയുണ്ട് കേട്ടോ. കത്തി വെച്ച് കട്ട് ചെയ്തിട്ട് പോലും അത് മുറിഞ്ഞു വരുന്നില്ല, അത്രയ്ക്ക് സ്ട്രോങ് ആണ് പപ്പായ. നല്ല പഴുത്തിട്ടുമില്ല. ഓ, ഇപ്പൊ താഴെ പോയേനെ. കളർ വെച്ച് വരുന്നതേ ഉള്ളു. എങ്ങനെയുണ്ട്? ടെൻഡടടേ. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് മടങ്ങുമ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു ഗിഫ്റ്റായ ഒരു പപ്പായ തന്നു. ഞാനത് റൂമിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്തപ്പോൾ എന്താ കളറെന്ന് കണ്ടോ. ഇതിൽ ഞാൻ ഒരു പീസ് എടുത്ത് കഴിച്ചു. അന്യായ ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഞാനിവിടെ ഈ പപ്പായ കട്ട് ചെയ്ത് വെക്കും. അതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം കമൻ്റായും സബ്സ്ക്രൈബിലൂടെയും ലൈക്കിലൂടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.